നോർത്ത് വ്ലോഗ് 7ന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പൊരിച്ചതാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതായ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചിക്കൻ നന്നായി കഴുകിയിട്ടുണ്ട്. ഇതിൽ കരളെടുത്തില്ല, കരൾ ഞാൻ മാറ്റി, പിന്നെ കുറച്ചെടുത്തിട്ടുള്ളൂ. എല്ലോട് കൂടിയുള്ളതാണ് ഞാൻ കൂടുതൽ എടുത്താക്കുന്നത്. അതൊന്നും കൂടി ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. ഇതിലിനി ഇടാനുള്ള പൊടികളൊക്കെ ചേർക്കാം. അളവുകളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് ഇടുന്നത്. അത് ഇത്രയും മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്, ഇതിലൊരു സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, കാശ്മീരി മുളക് പൊടിയാണ്, ഒരു 4 സ്പൂണ് ചേർത്തിട്ടുണ്ട്, പിന്നെ എരിവുള്ള മുളക് പൊടി, അഞ്ച് സ്പൂൺ ചേർത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വേപ്പില കഴുകി വെച്ചിരുന്നാണ് അത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്യണം, എല്ലാത്തിലും പിടിക്കാനായിട്ട്. മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് 15 മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോഴൊക്കെ അതിലേക്ക് ഉപ്പ് മുളകൊക്കെ കയറി പിടിക്കും. അപ്പം നല്ല നമ്മൾ എരിവൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറും. ഇത്രയും മസാലകൾ തിരുമ്മി വെച്ച ചിക്കനിൽ ചേർക്കാനുള്ളതാണ്. പെരിഞ്ജീരകം, കറുകപ്പട്ട, ഏലക്കായ, ഒരു 7 കരയാമ്പുണ്ട്. അതൊരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം. മസാല ഇതുപോലെ ചതച്ചെടുക്കണം. ഇതിന് ചിക്കനിലേക്ക് തിരുമ്മിയതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി ഇത് എല്ലാത്തിലും കൂടി മിക്സ് ചെയ്യണം. കൈ വെച്ച് ചെയ്യാം, കയ്യിൽ വെച്ച് സ്പൂൺ എങ്ങനെയും ചെയ്യാം. ഇതിൻ്റെ കൈ പുകച്ചിലെടുക്കണോണ്ട് ഞാൻ കയ്യിലാക്കിയതാണ്. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കണേ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം ഞാൻ കുറച്ച് വേപ്പില ഇടണം. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കണേ. ഈ എണ്ണയിലേക്ക് ചിക്കൻ ആദ്യം പരുത്തിടാം. കൂട്ടി തിളക്കണ്ടാക്കാം. പരുത്തിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അവിടെ കിടക്കട്ടെ. ഇനി നമുക്കിത് ഇളക്കാം. ഇടുമ്പോൾ തന്നെ ഇളക്കാത്തത് ആ മസാലയൊക്കെ അപ്പോൾ ഇത് പിടിക്കാത്ത പോലെ ഇരിക്കും. ഇതാവുമ്പോൾ ഒരു വശത്ത് പിടിച്ച പോലെ ഇരിക്കും. മറിച്ച് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കണേ. ആദ്യം തന്നെ ഫുൾ തീയിലേക്ക് ഇട്ട് വറുക്കരുത്. ചെറു തീയിൽ ഇട്ടാണ് വറുത്ത് ഇങ്ങനെ എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കണം. തീ കൂട്ടിയിട്ടിട്ട് ഞാൻ ഒന്നും കൂടി ഇത് നല്ലപോലെ ഇളക്കണം. നല്ലോണം ഇളക്കണം. നല്ലപോലെ ഇളക്കിയിട്ട് തീ കുറയ്ക്കണില്ല. ആ തീ കൂട്ടിയിട്ട പോലെ തന്നെ ഇത് കുറച്ച് നേരം മൂടി വയ്ക്കാം. ഒരു 3 മിനിറ്റോ 4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. തുറന്ന് നോക്കാം. ചിക്കനിൽ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. തീ കുറച്ച് ഉള്ളിൽ നിന്ന്
കുറവാക്കേണ്ടത്. ഇനി നമ്മൾ മൂടി വെക്കില്ല, ഇങ്ങനെ തന്നെ പിന്നത് ശരിയായി കിട്ടും. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചതച്ച മുളക് ചേർക്കാം. ഒന്ന് ഈ ചിക്കനായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ചതച്ച മുളക് ഇടുമ്പോൾ നല്ലതായിരിക്കും ചിക്കൻ കടിക്കുമ്പോൾ. നല്ലപോലെ മുളക് എല്ലാത്തിലും ചേർക്കാൻ നല്ലപോലെ ഇളക്കണം. ചിക്കൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.